ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല പഴുത്ത പഴവും ക്യാരറ്റും ചെറുപയറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 കിടിലൻ വിഭവങ്ങളാട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു 3 പീസ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ നേന്ത്രപ്പഴം ഉണ്ട്. അതുപോലെ തന്നെ 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വിഭവം നമുക്ക് പഴം കൂടുതൽ പഴുത്ത് പോണ സമയത്ത് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ട് പഴം കിട്ടുന്ന സമയത്തും ഉണ്ടാക്കി വെക്കാവുന്നതാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കി വെച്ചാലും 1-2 മാസമൊന്നും ഇത് കേടായി പോകില്ല കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിത് പഴം 3ഉം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് തണുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ വേറൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങൻ്റെ അളവ് നമുക്ക് 4 ടേബിൾ സ്പൂണിന് പകരം 1 കപ്പ് വരെ എടുക്കുക കേട്ടോ. കാരണം തേങ്ങ കൂടുതൽ ഉള്ളതാണ് ഈ ഒരു വിഭവത്തിൽ ടേസ്റ്റ്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇതാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാനിത് അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ ഈ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി നന്നായി തണുത്ത ശേഷം വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിൽ എന്തെങ്കിലുമൊക്കെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ക്യാരറ്റൊക്കെ വഴന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. നല്ലൊരു പഴത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാരറ്റും പഴം കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പരുവായി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങൻ്റെ അളവ് നമ്മൾ കുറച്ചും കൂടെ കൂട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ 1/2 കപ്പിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് വരെ തേങ്ങ വറുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു പഴവും ക്യാരറ്റും ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്കിതൊരു 20 മിനിറ്റൊക്കെയാണ് വഴറ്റിയെടുക്കേണ്ടി വരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഴവും ക്യാരറ്റും ഉള്ള ഒരു കൂട്ട് ഇതാക്കണം നന്നായിട്ട് വഴന്നിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ ഒരല്പം നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഴവും ക്യാരറ്റും കൂടെയുള്ള കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ആ സ്പൂണിൽ നമ്മളൊരല്പം നെയ്യ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ തണുപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചെടുത്താലും മതി. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് 1 മണിക്കൂറട്ടെ ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഴവും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹലുവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഹലുവ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിൽ നിങ്ങൾ അതൊരു തേങ്ങൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. കാരണം അതാണ് ഇതിൽ നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 മാസം വരെ അത് ഉപയോഗിക്കാവുന്നതാണ്. കേടായി പോകുന്നില്ല. അപ്പോൾ കൂടുതൽ പഴം കിട്ടുന്ന സമയത്ത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവ വേണ്ടത്. പിന്നെ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം.
ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറുപയർ 1 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് ചെറുപയറിന് 1 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചെറുപയർ ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്, നമുക്കൊരു പാകത്ത് വേവായിട്ടാട്ടോ കിട്ടേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 പീസ് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 പീസ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. പഴം ഞാനത് ഒരു 5 പീസ് പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ പഴമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, ഒരു മീഡിയം പഴുത്ത പഴമായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടത്. ഒരു പഴം നമുക്ക് 2ആക്കി ഒന്ന് മുറിച്ചിട്ടിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പഴത്തിലൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ശർക്കരപ്പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചെറുപയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്, വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചെറുപയർ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിത് വേറൊരു പാന് സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. പഴം ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് നമുക്കിത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിയിൽ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചെറുപയർ കഴിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഈ ചെറുപയറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം കേട്ടോ. എന്നാലേ ഈ ചെറുപയർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ചെറുപയറിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടണം കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പഴം നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഈ ഒരു പഴം നമുക്ക് 2ആയിട്ടൊന്ന് മുറിക്കാം. എന്നിട്ട് അതിനകത്തുള്ള കറുത്ത നാരുണ്ടല്ലോ അതൊന്ന് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ മൊത്തം പഴം ഞാനിതുപോലെ തന്നെ നാരൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കല്ല, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണ ആ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പഴത നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കയ്യിൽ ഒരല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവ് കേട്ടോ. അതിന് ശേഷം ഇതിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഉന്നക്കായുടെ ഷേപ്പിലാട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബോൾ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം, കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉന്നക്കായൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പഴവും ഫില്ലിങ്ങും മൊത്തത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉന്നക്കായുടെ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സേമിയ വറുത്തത് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഉന്നക്കായ ഈ ഒരു സേമിയയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ സേമിയയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ബാക്കിയുള്ള ഉന്നക്കായ ഞാൻ ഇതുപോലെ തന്നെ സേമിയയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഇതിലങ്ങനെ എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉന്നക്കായി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണ പിടിക്കൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിതിൽ സേമിയ ചേർത്ത് കൊടുത്തുകൊണ്ട് കിട്ടുന്നത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആക്കാനും ഉൾഭാഗം ആ ഒരു ചെറുപയറിൻ്റെ ഫില്ലിങ് വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ ഈ ഒരു സേമിയ കോട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒഴിവാക്കാം കേട്ടോ. കാരണം നമ്മൾ പഴമൊക്കെ ഓൾറെഡി വേവിച്ചതാണ്, ചെറുപയറും വേവിച്ചതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെ കേട്ടത്. ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുപയറിൻ്റെ ഫില്ലിങ് വരുമ്പോൾ കഴിക്കാൻ.
അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു മാസം വരെ കേടായി പോകില്ല കേട്ടോ. പിന്നെ നമുക്കത് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 2 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പഴവും ക്യാരറ്റും വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവയും അതുപോലെ തന്നെ പഴവും ചെറുപയറും വെച്ചിട്ടുള്ള ഈ ഒരു ഉന്നക്കായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കുമാണ് അതുപോലെ തന്നെ ഹലുവയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം.